ഈ കിടക്കുന്ന ഓരോന്നും നമ്മുടെ എല്ലാം നികുതി പൈസയാണ് കേട്ടോ. നമ്മുടെ നിന്നൊക്കെ ഓരോന്നും പിരിച്ചെടുക്കുന്ന നികുതി പണം വെറുതെ ദൂർത്തടിച്ച് കളഞ്ഞതാണ്. ഇത് നേരായ വണ്ണം ഇത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് മെയിൻ്റനൻസ് ചെയ്യുക. ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ്റനൻസ് നമ്മളെപ്പോഴും നോക്കേണ്ടതാണ്. യൂസ് ആൻഡ് ത്രോ പോലെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ബഹുമാനായ മേയർ വി രാജേഷ് സാറ് ഇതിനെ പുതിയ നവീകരണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുകയാണ്. കാരണം ഇത് ഈ ഒരു നഗരസഭയുടെ ഈ സ്ഥലം ആൾക്കാർക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനേക്കാളുമൊക്കെ ബെറ്റർ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്ന കാണുമ്പം നമുക്ക് ആർക്കായാലും വിഷമം തോന്നും. വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇത് തകർന്നു പോയി. തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ ഭരണകാലത്ത് ലക്ഷങ്ങൾ മുടക്കി, വൻ രീതിക്ക് ലക്ഷങ്ങളല്ല കോടികൾ മുടക്കി പർച്ചേസ് ചെയ്ത ഈ ഇലക്ട്രിക് റിക്ഷകളാണ്. ഇതുപോലെ പല സ്ഥലത്തും ഇത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഉള്ള ഒരു നാശം കണ്ടിട്ട് നമുക്ക് ആർക്കും, കാരണം ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ അല്ലെന്ന് തോന്നി ഈ സാധനം. കാരണം നല്ലൊരു കമ്പനിയുടെ അല്ല ഇത്. ഏതാണെന്ന് പോലും പ്രിയം ഇൻഡസ്ട്രീസ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കാണിക്കുന്നത്, പളനി റോഡ്. കാരണം ഈ ടയറൊക്കെ കണ്ടോ, ഉപയോഗിച്ചിട്ടില്ല, വലിയതായിട്ട് ഉപയോഗിച്ചിട്ടില്ലെന്ന് പറയാൻ വേണ്ടി ഈ ടയറൊന്നും യൂസ് ചെയ്തിട്ടില്ല. കാരണം അത്രയും വേണ്ടി ഒരു 1000 കിലോമീറ്റർ പോലും ഇത് ഉപയോഗിച്ചെന്ന് തോന്നുന്നില്ല. എന്തായാലും നമ്മളിത് കണ്ടു, നമ്മളിത് തിരക്കിയാണ് വന്നത്. പക്ഷേ ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു സാധനത്തിട്ട് 3 ലക്ഷം രൂപ ഇട്ട് കൂട്ടിയാലും 1, 2, 3, 4, 5, 6, 7, 8, 9, 10 30 ലക്ഷം രൂപയുടെ സാധനമാണ് ഈ കിടക്കുന്നത്. ഇതെല്ലാം കൂടെ തൂക്കി കൊടുത്താൽ 1 ലക്ഷം രൂപയെങ്കിലും കിട്ടുമെന്ന് ദൈവത്തിന് അറിയാം. ഇതൊന്നും വേണ്ടായിരുന്നു. ഇത് സാധാരണ പെട്രോൾ ഓട്ടോറിക്ഷകൾ മതിയായിരുന്നു, ഗുഡ്സ് ഓട്ടോകൾ ഉണ്ടായിരുന്നു, മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാമായിരുന്നു. കാരണം ഈ പറയുന്ന 3 ലക്ഷം രൂപ കൊടുക്കണ്ട ഒരു പെട്രോൾ ഗുഡ്സ് ഓട്ടോയ്ക്ക്. 3 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് ഗ്യാസിലേക്ക് ഓടുന്ന വണ്ടികളുണ്ട്. അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് സ്പെയർ പാർട്സൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. എത്രത്തോളം വർഷം, ഇപ്പോഴും 20-25 വർഷമായി പെട്രോൾ ഓട്ടോകൾ നിരത്തിൽ ഓടുന്നുണ്ട്, സവാരിക്കായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ അതെങ്കിലും കണ്ടിട്ട് അത്രയും ഉപകാരപ്രദമായിട്ടുള്ള രീതിക്ക് ഇത് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് വളരെ മോശമായിട്ടാണ്, വളരെ ജനങ്ങളുടെ ഫണ്ട് ഒരു ഇതും ഇല്ലാതെ അടിച്ച് കളയുന്ന ഒരു എങ്ങനെയാണ് ഒരു ഐഡിയ ഇല്ലാത്ത പർച്ചേസ് ആയിപ്പോയി. ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. വെറുതെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പോലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ വാങ്ങിക്കുക എന്നുള്ള താല്പര്യം മാത്രമേ ഉള്ളൂ, അത് മെയിൻ്റനൻസ് ചെയ്യുക എന്നുള്ള കാര്യം ഇല്ല. നല്ലൊരു പാർക്കാണ്, ആൾക്കാർക്ക് വന്നിരിക്കാൻ പറ്റിയത്, കുട്ടികളെയും കൊണ്ട് വളരെ സേഫായിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ല വിശാലമായ ഒരു സ്ഥലമാണിത്. പക്ഷേ ഇതിനെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഡെവലപ്പ് ആവണം കേട്ടോ. കാരണം ഇതൊക്കെ കണ്ടില്ലേ, മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ തന്നെ ഒരു വൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് പൊടിയൊക്കെ ക്ലിയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ടിക്കറ്റ് വെച്ചാലും കുഴപ്പമില്ല, ആൾക്കാർ വരും. കാരണം നല്ല രീതിക്ക് കിടക്കുന്നത് സൈലൻ്റ് അറ്റ്മോസ്ഫിയറിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പുത്തരിക്കണ്ടം മൈതാനമാണ്. തിരുവനന്തപുരം നഗരസഭയുടെ അധീനതയിൽ വരുന്ന സ്ഥലമാണ്. അവരുടെ ഭരണം നഗരസഭയുടെ സ്ഥലമാണെന്ന് പറയാം. അപ്പം ഇവിടെ കുറേ വൃത്തിഹീനമായിട്ട് കാണുന്നുണ്ട്. ഇനിയും അത് വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് വൃത്തിയാകും. എന്നാലും ഇവിടെ കുറേ ആൾക്കാർക്ക് ഇരിക്കാനും അതുപോലെ തന്നെ കുറച്ച് സമയം സിറ്റിക്കകത്ത് ചിലവഴിക്കാനും പറ്റിയ ഒരു സ്ഥലമായി മാറട്ടെ എന്ന് നമുക്ക് പുതിയ നഗരസഭ അത് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കുട്ടികളെ പാർക്കിൽ ഇരുത്തിയിട്ട്, പാർക്ക് പോലെയൊക്കെയുണ്ട്, ഊഞ്ഞാലാടാനുള്ള സൗകര്യം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇരുത്തിയിട്ട് നമുക്കവിടെ സൈഡിൽ ചെയറുണ്ട്. അവിടെ ചെയറിൽ ഇപ്പോൾ ഇതാ ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ഇതിൻ്റെ ഭംഗി ഒന്നുകൂടെ ആകാനുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് നടപ്പാതയൊക്കെ ഉണ്ട്. നടപ്പാതയുടെ സൈഡിലായിട്ട് ഊഞ്ഞാലുകളും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ സിറ്റിക്കകത്ത് ഈസ്റ്റ് ഫോർട്ടിനകത്ത് പുത്തരിക്കണ്ടം മൈതാനം എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്പേസാണ്. ഇത് ഇനിയും നല്ല രീതിക്ക് ആവട്ടെ. പഠിച്ചോനെ നിങ്ങൾ കാത്തോളി.